നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 11:30 വരെയാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഇന്നലെ അർദ്ധരാത്രിയിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്താണ് നിലവിലെ സ്ഥിതി? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പലയിടത്ത് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറുകയും മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ പുതിയൊരു മുന്നറിയിപ്പ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. ഇവിടങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ തീരദേശത്ത് താമസിക്കുന്നവർ അടക്കം, ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളത് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുകയും അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ബീച്ചിന്റെ വശങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അത്തരത്തിൽ അവിടേക്ക് പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളാണ്, അപ്പോൾ ആ സമയത്ത് അത്തരത്തിൽ അവിടേക്ക് ഈ വിനോദത്തിനായി എത്തുന്നവരൊക്കെയും ജാഗ്രത പാലിക്കണം. അത്തരത്തിൽ തിരമാലകൾ ഉണ്ടാവാൻ അതീവ ജാഗ്രത പുലർത്തണം. വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അപകടങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ പൂന്തുറ ഭാഗത്തൊക്കെയും ഇത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അഞ്ചുതെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ അത്തരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പ്, സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഈ തെക്കൻ കേരള തീരത്തും ഈ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ടാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം തീരമേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കൊല്ലം ജില്ലയിൽ ഇരവിപുരം, ആലപ്പാട് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അഞ്ചുതെങ്ങ്, പുത്തുറയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രി മുതൽ കടലടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധനങ്ങൾ വീട്ടിൽ ഉള്ളതുകൊണ്ടെങ്കിലും പോകാൻ പറ്റില്ല. പിള്ളേരെ മാത്രം സേഫ്റ്റി ആയിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ ഇട്ടായിരുന്നല്ലോ രാത്രി. പിന്നെ രാവിലെ ഒരു 7:30 മണിയായപ്പോഴാണ് ആ ടൈലും ജനലിന്റെ താഴെ ഉള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത്. കടല് നടു 12 മണി സമയമായപ്പോ ഭയങ്കരമായ ശക്തിയായിട്ട് കഴിച്ച് അമ്മ ഇവിടെ പെര കുറഞ്ഞിട്ട് വെള്ളം പോകാൻ ഇതിന്റെ അകത്തും കയറി. അമ്മ തൈ കട്ടിൽ കിടന്നു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, മുൻപ് തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലേറ്റ സാധ്യത പ്രവചിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇവിടെ നിന്നുള്ള ആളുകൾ മാറി താമസിക്കണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിരുന്നതാണ്. ഇവിടെ ഇപ്പോഴും കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിത, ഈ അഞ്ചുതെങ്ങ് പൂത്തറ ഭാഗങ്ങളിൽ നിലവിലും ചില ആളുകൾ ഈ തീരദേശത്തുള്ള, പ്രത്യേകിച്ച് ഈ കടലിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഈ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വീട്ടിലെ സാധനങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ മാറി താമസിച്ചിരുന്നെങ്കിലും കുറച്ച് ആളുകൾ ഇപ്പോഴും ഈ വീടുകളിൽ താമസിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി ഉണ്ടായ കടലാക്രമണത്തിൽ പൂത്തുറ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അതായത് ഒരു വീട് ഭാഗികമായി തകരുന്ന സ്ഥിതിയിലേക്കുണ്ടായി. അവിടുത്തെ നിരവധി വീടുകളിൽ കടലാക്രമണം കാരണം വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് രാവിലെയോടുകൂടി ഈ റോഡിലേക്കും റോഡ് കടന്നപ്പുറത്തേക്കും തിരമാല എത്തുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഗതാഗതം തടസ്സപ്പെട്ടു. വണ്ടികളൊന്നും അതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. പോലീസ് ഉൾപ്പെടെ ഇടപെട്ട് വണ്ടികളെ തിരിച്ചുവിടുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. നിലവിലും ഈ പ്രദേശത്ത് കടലാക്രമണം തുടരുകയാണ്. വലിയ രീതിയിൽ തിരമാലയുണ്ട്. അത് സംസ്ഥാനത്താകെ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ വലിയ തിരമാല അടിക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുന്നുണ്ട്. പ്രവിത, ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ താപനില മുന്നറിയിപ്പ് തുടരും. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ചയോടെ വേനൽ മഴ സജീവമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ആശ്വാസമേകുന്ന വാർത്തയാണല്ലോ. ഈ വേനൽ മഴ എപ്പോഴുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം?
പ്രവിധ മെയ് 8 സംസ്ഥാനത്ത് വേനൽമഴ സജീവമാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെ ഉയർന്ന താപനില സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തുടരും. 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത്. മറ്റ് ജില്ലകളിലും താരതമ്യേന സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ വേനൽമഴ എത്തുന്നതോടുകൂടി തന്നെ ഇപ്പോഴത്തെ ചൂടിന് താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല ബുധനാഴ്ച എറണാകുളം ജില്ലയിൽ ഈ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വയനാട് ജില്ലയിലും നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുമെന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ഈ മെയ് 15 ശേഷം കാലവർഷം എപ്പോൾ എത്തുമെന്ന് അറിയാൻ കഴിയുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രവിധ, ശരി, എന്തായാലും കനത്ത ചൂടിന് ആശ്വാസമേകിക്കൊണ്ട് ചൂട് കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയോടെ വേനൽമഴ സജീവമാകുമേക്കും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷ തുടങ്ങി. കർശന നിബന്ധനകൾ മറികടന്നാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തിയത്. പരീക്ഷ വൈകിട്ട് 5:20 വരെയാണ്. കേരളത്തിൽ പരീക്ഷ എഴുതുന്നത് 1.5 ലക്ഷത്തോളം പേരാണ്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, കനത്ത ചൂടാണ്. ഈ ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ടും കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി ഹാളിലെത്തുന്നത്. എന്തൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? ഒപ്പം കർശനമായിട്ടുള്ള സുരക്ഷയുണ്ടാകുമല്ലോ നീറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ? പ്രവിധ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത്. ഈ MBBS അനുബന്ധ കോഴ്സുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പരീക്ഷ എന്ന് തന്നെ വേണം പറയാൻ. ഈ കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടും അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തിയെന്ന് വേണം. വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ പരീക്ഷ നടത്തിപ്പ് ഏജൻസി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഏജൻസികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോൾ തന്നെയും പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വലിയ ക്രമക്കേടുകൾ നടത്താൻ, അതായത് ഈ പരീക്ഷയ്ക്കിടയിൽ വലിയ ക്രമക്കേടുകൾ നടത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധന കൂടി ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ പരിശോധന നടത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥികളെ ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കയറ്റിവിട്ടത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ ആഭരണങ്ങൾ, അതായത് മൂക്കുത്തി, അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കടുത്ത വേനലിന്റെ പശ്ചാത്തലത്തിൽ ഈ വെള്ളം അടക്കമുള്ള കാര്യങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൽ അനുവദിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ കുപ്പി സുതാര്യമായിരിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ അവർക്ക് നൽകിയിട്ടുള്ളത്. ഈ അയഞ്ഞ വസ്ത്രങ്ങൾ, അതായത് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വേണം ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്താനുള്ളതെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അത്തരം നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല ഈ പരീക്ഷാ കേന്ദ്രത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ, അതായത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടുകൾ, ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഇതുവരെയും ഉയർന്നു വന്നിട്ടുള്ളതെന്നും ആശ്വാസകരമായ ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് ഏകദേശം 1.25 ലക്ഷം പരീക്ഷാർത്ഥികളാണ് ഇത്തരത്തിൽ നീറ്റ് പരീക്ഷ ഇന്ന് എഴുതുന്നത് എന്നുള്ളതാണ്. 5:20 വരെയാണ് പരീക്ഷ. അതിനുശേഷമായിരിക്കും ഈ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ മെഡിക്കൽ അനുബന്ധ കോഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷ, നീറ്റ് പരീക്ഷ, ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവിധ, ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ നടപടി. എന്നാൽ ഉത്തേജക സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചുവെന്ന ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ ആരോപണം തള്ളി ഗുസ്തി താരം ബജ്രംഗ് പൂനിയ. സാമ്പിൾ നൽകാൻ ഒരിക്കലും വിസമ്മതിച്ചിട്ടില്ല. തന്റെ അഭിഭാഷകൻ നാഡയുടെ കത്തിന് മറുപടി നൽകുമെന്നും ബജ്രംഗ് പൂനിയ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബൽറാം, ഗുസ്തി താരങ്ങളോടൊപ്പം ഈ സമരത്തിൽ അണിചേരുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പകപോക്കുന്നു എന്നുള്ള ആരോപണമാണല്ലോ ഇപ്പോൾ ഗുസ്തി താരമായ ബജ്രംഗ് പൂനിയ ഉന്നയിക്കുന്നത്. ഇനി തുടർ നടപടി എന്താകും ബജ്രംഗ് പൂനിയയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? പ്രവിധ, നേരത്തെ BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ അടക്കമുള്ള സമര പരിപാടികളിൽ വനിതാ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന ഒരു പുരുഷ ഗുസ്തി താരമാണ് ബജ്രംഗ് പൂനിയ. അദ്ദേഹത്തിന് എതിരായ ഈ നടപടി സ്വാഭാവികമായും രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ പകപോക്കൽ എന്ന തരത്തിലുള്ള പ്രതികരണം ഈ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.
കഴിഞ്ഞ മാർച്ച് 10-ന് സോനിപ്പത്തിൽ നടന്ന ഈ ട്രയൽസിൽ അതിനുശേഷം അദ്ദേഹം ഈ ഉത്തേജക പരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിന്റെ പേരിലാണ് ബജ്റംഗ് പുനിയയ്ക്ക് ഇത്തരത്തിൽ ട്രയൽസിൽ പങ്കെടുക്കുന്നതിനോ മറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനോ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സസ്പെൻഷൻ നടപടി ഉത്തേജക പരിശോധന ഏജൻസിയായ നാഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മാസം 7-നകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം, രേഖാമൂലം വിശദീകരണം നൽകണം എന്നാണ് നാഡ ബജ്റംഗ് പുനിയയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിലാണ് ബജ്റംഗ് പുനിയ പ്രതികരിച്ചിരിക്കുന്നത്. താൻ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറിച്ച് പരിശോധനയ്ക്കായി, ഉത്തേജക പരിശോധനയ്ക്കായി കാലാവധി പൂർത്തിയായ പരിശോധനാ കിറ്റ് നൽകിയത് താൻ ചോദ്യം ചെയ്തിരുന്നു. തന്റെ സംശയത്തിന് നാഡയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഈ നാഡയുടെ കത്തിന് തന്റെ അഭിഭാഷകനായ വിദുഷ് സിംഘാനിയ ഉചിതമായ സമയത്ത് മറുപടി നൽകും എന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ കാലാവധി പൂർത്തിയായ കാലാഹരണപ്പെട്ട ഈ പരിശോധനാ കിറ്റുകൾ നൽകിയ വിഷയത്തിലുള്ള തൃപ്തികരമായ മറുപടി വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗികാതിക്രമ ആരോപണത്തിൽ CCTV ദൃശ്യങ്ങൾ നൽകാൻ വിസമ്മതിച്ച രാജ്ഭവൻ അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന് ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാജ്ഭവൻ ജീവനക്കാർക്ക് പോലീസ് വീണ്ടും സമൻസ് അയച്ചതിന് പിന്നാലെയാണ് നീക്കം. തന്നെ വലിച്ചിഴച്ച് താഴെയിടാൻ ശ്രമിക്കുകയാണെന്ന് CV ആനന്ദബോസ് പ്രതികരിച്ചു. ഞങ്ങൾ ഗവർണറേതായി ഒരു ഗവർണേഴ്സ് ലെവൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ടീം ഉണ്ടാക്കി കളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഫലം എനിക്കും കിട്ടി. എന്നെയും വലിച്ചു താഴെയിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലംകാരന് അങ്ങനെയൊന്നും വെട്ടാൻ പറ്റിയല്ല, ഉറപ്പാണ്. എന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് ശക്തി വരും. അതൊരു വലിയ കാര്യം തന്നെയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗവർണർ പദവിയിലിരിക്കുന്നയാളാണ്. FIR ഇട്ട് അന്വേഷണം നടത്തുക പോലീസിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യവുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ബംഗാളിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രവിത, ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ രാജ്ഭവനിലെ കരാർ ജീവനക്കാരി നൽകിയ ലൈംഗികാതിക്രമ പരാതി നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ, ഈ രാജ്ഭവനിലെ 2 മുറികളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്നും രാജ്ഭവനിലെ ഒരു പോലീസുകാരനടക്കം 4 ജീവനക്കാർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം രാജ്ഭവന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല രാജ്ഭവൻ. ഒരു പോലീസുകാരനൊഴികെ മറ്റ് 3 ജീവനക്കാർ ഇതുവരെയും ഈ മൊഴി നൽകാൻ ഹാജരായിട്ടുമില്ല. തുടർന്ന് ഇന്ന് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ഈ സമൻസിലെ ആവശ്യം എന്നുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പുതിയ ഒരു നിർദ്ദേശം, ഒരു പ്രസ്താവനയിലൂടെ രാജ്ഭവൻ ജീവനക്കാർക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഗവർണർക്ക് ഭരണഘടനാപരമായ പരിരക്ഷ ഉണ്ട്. യാതൊരു തരത്തിലുള്ള ക്രിമിനൽ നടപടി അന്വേഷണങ്ങളുടെയും ഭാഗമായി സഹകരിക്കേണ്ടതില്ല. അത് ഭരണഘടന നൽകുന്ന സംരക്ഷണമാണ്. സുപ്രീം കോടതി പല തവണ ശരിവെച്ച ഒരു ഭരണഘടനാ സംരക്ഷണമാണ് അത് എന്ന് കേസുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ജീവനക്കാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വ്യക്തിപരമായ അന്വേഷണമാണെങ്കിൽ പോലും അതിൽ യാതൊരു സഹകരണവും വേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ പശ്ചാത്തലത്തിൽ രാജ്ഭവനിലെ ജീവനക്കാർ, അത് സ്ഥിരം ജീവനക്കാർ, കരാർ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ അടക്കമുള്ളവർ യാതൊരു വിധത്തിലും പോലീസിന്റെ ആശയവിനിമയങ്ങളോട് സഹകരിക്കുകയോ മറുപടി നൽകുകയോ ചെയ്യേണ്ടതില്ല എന്നും നേരിട്ട് ഹാജരായോ ഫോൺ മുഖേനയോ മറ്റേതെങ്കിലും മാർഗത്തിലോ അവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ല, മൊഴി നൽകേണ്ടതില്ല എന്നാണ് ഗവർണർ ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം എന്നുള്ളത്. അതേസമയം ഈ അന്വേഷണത്തിൽ സഹകരിക്കാതിരുന്നാൽ എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടും എന്നാണ് ബംഗാൾ പോലീസ് അറിയിക്കുന്നത്. ഉടൻ തന്നെ അക്കാര്യത്തിൽ നിയമോപദേശം തേടിയ ശേഷം തുടർന്ന് സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് തുടർ നീക്കങ്ങൾ രാഷ്ട്രപതി ഭവനെ സമീപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ പരിഗണനയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിത, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.
ബൈക്ക് അപകടത്തിന് പിന്നാലെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച 17-കാരൻ മരിച്ചു. പത്തനംതിട്ട കുഴിക്കാലയിലാണ് സംഭവം. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുധീഷിനെ സഹദ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. പോലീസ് പറഞ്ഞവർ വന്ന് പറഞ്ഞത് കുഞ്ഞിട്ടിട്ട് ഓടി, ഒരു പെട്ടിയോട്ട് വന്ന് തട്ട് വെട്ടിച്ച് മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ട്. അതിനെപ്പറ്റി അത് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ മിച്ചർ മേടിക്കാൻ അവിടെ കണ്ടൊരു കാവിൻ്റെ ഇടം കണ്ടൊരു മിച്ചർ വിൽക്കുന്നൊരു വീടുണ്ടായിരുന്നു. അവിടോട്ട് പോകാൻ പറഞ്ഞെന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. അത് അവന് ഇവിടെ മീൻ കച്ചവടം എങ്ങാണ്ട് പത്തട്ടൊക്കെ നടത്തുന്ന, ഇവനിങ്ങനെ കല്യാണം ഇതിന് ലൈറ്റ് ഇടാനും ഒക്കെ പോകുന്ന അങ്ങനെ ഒത്തിരി പരിചയക്കാരുണ്ട്. അങ്ങനെയുള്ളതേ ഉള്ളൂ. അതിട്ടിട്ട് പോയിട്ടിപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ കൂടെ അവൻ്റെ നിർമ്പ് കൂടെ വരുവാന്ന് പറഞ്ഞ് പോയതാണ്. എങ്കിൽ പോലും അങ്ങനെ ഓടിപ്പോയപ്പോൾ വിഷമമുണ്ട്. ഇങ്ങനെ പറയുന്നത് കേട്ട് അവർ വന്ന് പറഞ്ഞു, നമ്മൾ കണ്ടില്ല, കണ്ടവർ പറയുന്നത് കേട്ടതാ. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പരുക്കേറ്റ ശേഷം കൂട്ടുകാരനെ വഴിയിൽ ഉപേക്ഷിച്ചു പോവുക, അതിൽ തന്നെ ഒരു ദുരൂഹതയില്ലേ? പ്രവിത, അങ്ങനെയല്ല. ഇവർ ഇരുവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഒരു 8:30 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. ഈ സുധീഷും അതുപോലെ തന്നെ സഹദും സുഹൃത്തുക്കളാണ്. അത് വീട്ടുകാരും പറയുന്നുണ്ട്. ഇടയ്ക്ക് സഹദ് വീട്ടിൽ വരാറുണ്ടെന്ന് പറയുന്നു. സുധീഷ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഒക്കെ ജോലിക്ക് പോകുന്നയാളാണ് ഈ സുധീഷ്. എന്തായാലും ഇന്നലെ മിക്സർ വാങ്ങിക്കാനായി പുറത്തേക്ക് പോകുകയായിരുന്നു ഈ സഹദിനെയും കുട്ടി സുധീഷ്. സഹദ് വിളിച്ചിറക്കി കൊണ്ടുപോയി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സുധീഷ് ഒപ്പം പോയി ആണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കുഴിക്കാലയിൽ വെച്ച് ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീഴുകയാണ്. മറ്റൊരു വാഹനത്തിന്റെ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ആ തെറിച്ചു വീണ ഉടൻ തന്നെ ഈ സുധീഷിന് തലയടിച്ച് വീണ് മരിക്കുകയായിരുന്നു എന്നാണ് അവിടെ കൂടി നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ഈ സഹദ് ഈ വാഹനം എടുത്ത് പെട്ടെന്ന് തന്നെ പുറകിലേക്ക് ഓടാൻ ശ്രമിക്കുന്നതും നാട്ടുകാർ പിടിച്ചു നിർത്തുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും സഹദിനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പേടിച്ചിട്ടാണ് താൻ അങ്ങനെ ഓടിയത് എന്നൊരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും സഹദിനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സുധീഷിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ അതിജീവിത. സംഭവസ്ഥലത്ത് ഇല്ലാതിരുന്ന ജൂനിയർ ഡോക്ടറുടെ മൊഴി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയെന്നാണ് പരാതി. തന്റെ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നതായി റിപ്പോർട്ടിൽ ഇല്ല എന്നും അതിജീവിത ആരോപിച്ചു. അവര് എനിക്ക് കൊടുത്ത പരാതി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് അവർ എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് അവർ കണ്ടെത്തിയ പോലെയാണ് തോന്നുന്നത്. അല്ലാതെ എനിക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പരാതിയിൽ അവർ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഒരു പുതുതായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡോക്ടർ ഇല്ലായിരുന്നു. ആ ഡോക്ടറുടെ മൊഴിയുണ്ട്. ആ ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ മൊഴിയുണ്ട്. പക്ഷെ ആ ഡോക്ടർ പറയുന്നതും പല കാര്യങ്ങളും നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ആ ഡോക്ടർ മൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിശ്വസിക്കാൻ പറ്റാത്ത മൊഴി തന്നെയാണ്. അവർക്ക് പലതും ഓർമ്മയില്ലാത്ത പോലെയാണ് അവർ പറയുന്നത് അതില്. അപ്പൊ നമ്മളൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാലോ എന്ന് കരുതിയിട്ടാണ് അവരോട് സംസാരിച്ചിട്ട് നിയമപരമായിട്ട് പോവാന്ന് കരുതിയിട്ടാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഈ റിപ്പോർട്ടിനെതിരെ എന്തൊക്കെ പരാതിയാണ് അതിജീവിതം ഉന്നയിക്കുന്നത്? പ്രവിത, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് പീഡനത്തിനിരയായ യുവതി തന്റെ മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ മെഡിക്കൽ കോളേജ് ACP ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ അന്വേഷണ റിപ്പോർട്ട് വേണം അതിന്റെ പകർപ്പ് കൈവശം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് 10 ദിവസത്തോളം അതിജീവിത സമരം നടത്തി. അതിനൊടുവിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നത്. നിലവിൽ ഈ അന്വേഷണ റിപ്പോർട്ടിനെതിരെയാണ് അതിജീവിത രംഗത്തെത്തിയിട്ടുള്ളത്. പ്രധാനമായും വസ്തുതയ്ക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അതിജീവിതയുടെ പരാതി. തനിക്കെതിരെ ചിലർ നൽകിയ പരാതി പോലെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വായിക്കുമ്പോൾ തോന്നുന്നതെന്നും തന്റെ പരാതിയിൽ ഒരു അന്വേഷണവും നടന്നതായി ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലെന്നും അതിജീവിത ആരോപിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു ജൂനിയർ ഡോക്ടറെ കുറിച്ച് ആ ജൂനിയർ ഡോക്ടറുടെ മൊഴി ഈ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ പരിശോധിച്ച ഡോക്ടർ പ്രീതിക്കൊപ്പം ഒരു ജൂനിയർ ഡോക്ടറും ഉണ്ടായിട്ടില്ലെന്നും ഇത് നിലവിൽ ചിലരെ സഹായിക്കാൻ വേണ്ടി
പോലീസ് എഴുതി ചേർത്തതാണ് എന്നുള്ള ഒരു ആരോപണവും അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് തനിക്ക് സംശയം. ഏതായാലും പുനരന്വേഷണം എന്നൊരാവശ്യവുമായി മുന്നോട്ടു പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും നിയമസഹായത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിലേക്ക് താൻ എത്തിച്ചേരുമെന്നാണ് നിലവിൽ അതിജീവിത 24-നോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പൂഞ്ചിലെ ഭീകരാക്രമണം ചൈനീസ് സഹായത്തോടെയെന്ന പ്രാഥമിക നിഗമനം. ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് ബുള്ളറ്റുകളെന്ന് കണ്ടെത്തി. ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇതിപ്പോൾ ചൈനയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ആക്രമണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രവിത, ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ ഭീകരർക്ക് ചൈനയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ, ഒപ്പം തന്നെ ബുള്ളറ്റുകൾ എല്ലാമാണ് ഈ ഭീകരർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ചൈനയുടെ അറിവോടുകൂടി തന്നെയായിരിക്കണം ഇത്തരത്തിൽ ഒരു ആക്രമണം ഇന്ത്യക്കെതിരെ, സൈനികർക്കെതിരെ നടന്നത് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിതമായ ബുള്ളറ്റുകളാണ് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭീകരർ ഈ ട്രക്കുകൾക്ക് നേരെ ഉപയോഗിച്ചത് 2 തരത്തിലുള്ള തോക്കുകളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. M4A1 എന്ന വിഭാഗം തോക്കും ടൈപ്പ് 56-1 എന്ന വിഭാഗത്തിലുള്ള അസോൾട്ട് റൈഫിളുകളാണ് ഉപയോഗിച്ചത്. ഇവയിൽ ഉപയോഗിച്ചത് സ്റ്റീൽ കോർ ബുള്ളറ്റുകളായിരുന്നു. ഈ സൈനിക വാഹനങ്ങളിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളാണ് വാഹനങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ബുള്ളറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അത് തുളച്ചു കയറാൻ കഴിയില്ല. അതിനാലാണ് സ്റ്റീൽ കോർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പൂഞ്ചിലെ ഈ ആക്രമണത്തിന് മുമ്പായി കഴിഞ്ഞയാഴ്ച ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ത്യ ഊർജിതമാക്കിയിരിക്കുന്നു. കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. പൂഞ്ചിലെ ഷാസിത്താർ മേഖലയിൽ പ്രത്യേക സംഘത്തെ ഈ തെരച്ചിലിനായി ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. റോഡ് മാർഗം ഇവർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായ പശ്ചാത്തലത്തിൽ ഇവർക്ക് വനമേഖലയിൽ തന്നെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഏതെങ്കിലും വീടുകളിലോ ഒളിക്കാനുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സംശയവും നിലവിലുണ്ട്. ഇക്കാര്യം അടക്കമുള്ളവ അന്വേഷിച്ചു വരികയാണ്. അതേസമയം ഈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച കോർപ്പറൽ വിക്കി പഹാഡെയ്ക്ക് സൈന്യം വ്യോമസേന ആദരം അർപ്പിച്ചിട്ടുണ്ട്. ഗാനരചയിതാവ് GK പള്ളത്ത് അന്തരിച്ചു. തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നാളെ വൈകിട്ട് 4-ന് പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് സംസ്കാരം. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? പ്രവിത, ഇന്ന് ഉച്ചയ്ക്ക് 12:10 തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 3 ദിവസത്തിലധികമായി ഈ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ന് ഉച്ചയോടുകൂടി വിട പറയുകയായിരുന്നു. 60-ലധികം നാടകങ്ങൾക്കും അതുപോലെ തന്നെ 10 സിനിമകൾക്കും ഇദ്ദേഹം ഈ ഗാനരചന നടത്തിയിട്ടുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിന്റെ സാംസ്കാരിക രംഗത്തടക്കം നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമാണ്. 1958 തൃശ്ശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തിൽ KS ജോർജും അതുപോലെ തന്നെ സുലോചനയും ആലപിച്ച ഗാനം എഴുതിക്കൊണ്ടായിരുന്നു ഇദ്ദേഹം ഈ ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഈ സിനിമാ രംഗത്ത് ഉൾപ്പെടെ സജീവമാകുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ നാടകരംഗത്തായിരുന്നു ഏറെയും ഗാനങ്ങൾ രചിച്ചിരുന്നത്. നാടകരംഗത്ത് മാത്രം 60-ലധികം ഗാനങ്ങൾ രചിച്ചു. 1978 ആദ്യം TG രവിയുടെ ചിത്രത്തിലൂടെയാണ് ഈ സിനിമാ ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. പാദസരത്തിൽ എന്ന് G ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ആലപിച്ച P ജയചന്ദ്രൻ ആലപിച്ച പാട്ട് എഴുതിക്കൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ സിനിമാ ലോകത്തോടേക്കുള്ള കടന്നുവരവ്. എന്തായാലും തൃശ്ശൂരിന്റെ സാംസ്കാരിക കേന്ദ്രത്തെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവിത, ശരി. ഗാനരചയിതാവ് GK പള്ളത്ത് അന്തരിച്ചു. വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്. കോൺഗ്രസിന്റെ പരാതിയിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് BJP നേതാക്കൾക്കെതിരെ കേസ്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കർണാടക സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര എന്നിവരുൾപ്പെടെ 3 പേർക്കെതിരെയാണ് കേസ്. SC/ST വിഭാഗത്തിന്റെ സംവരണവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടുത്തി വീഡിയോ പ്രചരിപ്പിച്ചത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. അരുൺ, വിവരങ്ങൾ. പ്രവിധ, കർണാടകയിലെ സംവരണവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവർ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ വീഡിയോ
BJPയുടെ ഒഫീഷ്യൽ പേജുകളിൽ പ്രചരിച്ചത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ പ്രധാനമായും പറയുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ സംവരണം അതെടുത്ത് മുസ്ലിം വിഭാഗങ്ങൾക്ക് വ്യാപകമായി നൽകാനുള്ള രീതിയാണ് കർണാടകയിൽ ഉള്ളത് എന്ന കണ്ടന്റാണ് ആ വീഡിയോയിൽ പ്രചരിപ്പിച്ചത്. അതിൽ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവരുടെ ഉൾപ്പെടുത്തിയാണ് ആ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തത്. ഇതിനെതിരെയാണ് കോൺഗ്രസ് പരാതി നൽകിയത്. ഇതൊരു വിഭാഗത്തെ ബോധപൂർവം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക, അതോടൊപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുക ഉൾപ്പെടെയുള്ള ലക്ഷ്യമാണ് BJPയുടെ ഭാഗത്തുണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ആ കമ്മീഷൻ ഇത് പരിശോധിക്കുകയും ഇതിൽ കേസെടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര, സാമൂഹ്യ മാധ്യമ ചുമതലയുള്ള മറ്റൊരു നേതാവ് ഉൾപ്പെടെ 3 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ തുടർ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കും എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയെ ആക്രമിച്ച് 1,75 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യാനെത്തിച്ച സ്വർണമാണ് കവർന്നത്. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, 1,75 ലക്ഷത്തിന്റെ സ്വർണം കവർന്ന സംഭവം എപ്പോഴാണ് നടന്നത്? അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രവീത, ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള പ്രവീൺ സിംഗ് എന്ന് പറയുന്നയാൾ ഈ സ്വർണം മൊത്ത കച്ചവടക്കാരനാണ്. അദ്ദേഹം വിവിധ ജ്വല്ലറികളിൽ കയറി ഇറങ്ങി സ്വർണത്തിന്റെ മോഡൽ കാണിച്ചു കൊടുത്ത് ഓർഡർ എടുക്കുന്നയാളാണ്. അങ്ങനെ ഈ സ്വർണത്തിന്റെ മോഡൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വിവിധ ജ്വല്ലറിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പുതിയൊരു ജ്വല്ലറി തുടങ്ങുന്നുണ്ടെന്നും അതിന് സ്വർണം ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഇയാളെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന 2 കിലോഗ്രാം സ്വർണവും 43 ഗ്രാം തങ്കവും ഈ പ്രവീൺ സിംഗിനെ ആക്രമിച്ചുകൊണ്ട് കവർന്നെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതിയായി പറയുന്നത്. ഈ താനൂർ തെയ്യാല ഭാഗത്തിരുന്ന് 2 കിലോമീറ്റർ ഉൾഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ആക്രമിച്ച് സ്വർണ്ണം കവർന്നത് എന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ DYSP നേതൃത്വത്തിലുള്ള സംഘത്തിൽ കേസ് അന്വേഷിച്ചു പ്രതിയെ പിടികൂടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് CCTV ഒക്കെ തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു കവർച്ചയാണ് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ താനൂരിൽ ഉണ്ടായിരിക്കുന്നത്. പ്രവിത. ശരി, മലപ്പുറം താനൂരിലാണ് മഹാരാഷ്ട്ര സ്വദേശിയെ ആക്രമിച്ച് 1,75 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നത്. ഡ്രൈവർ HL യദുവിനെതിരെ പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകും. മേയറുമായുള്ള തർക്ക ദിവസം ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും എതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളെന്ന ആക്ഷേപം. മേയർ ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് എങ്ങനെ കാണാതായെന്ന് പോലീസ് കണ്ടെത്തിയിട്ടേ എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഈ 2 കേസുകളും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവിടെ KSRTCക്ക് റോളില്ല. പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല. ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം 4 വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ 3 വണ്ടിയിലും അതുണ്ട്. അങ്ങനെ ഊരി എടുക്കാറില്ല. വണ്ടി അടച്ചാണ് ഇടുന്നത്. പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. അത് ആരെടുത്തു എന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കതിനുള്ള വഴിയില്ല. കാരണം അവിടെ ക്യാമറയൊന്നും ഇല്ലെന്നാണ്. ഈ ആക്ട്രസ് പറയുന്ന സമയത്ത് ഈ വണ്ടി ഓടിച്ചിരുന്നത് ഈ യദു എന്ന ഡ്രൈവർ തന്നെയായിരുന്നു. അത് നമ്മളതിൽ രേഖയുണ്ട്. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഡ്രൈവർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ളവരെ ഇനി ബാക്കി തെളിവും കൂടെ എടുത്തതിനെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർ പറയുന്നതിൽ സത്യമുണ്ട്. കാരണം ആദ്യം ഇയാൾ തന്നെയാണ് ഓടിച്ചതെന്ന് കണ്ടെത്തി. ഡ്രൈവർ LH യദുവിനെതിരായ പരാതിയിൽ നടി റോഷ്ന ആൻഡ്രോയ്ക്ക് മന്ത്രി KB ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. തനിക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് റോഷ്ന ആൻഡ്രോയ് 24നോട് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് അതും ബോധപൂർവം എടുത്തു ചാടുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MBD അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, എപ്പോഴായിരിക്കും പോലീസ് KSRTCക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക?
പ്രവിധ വളരെ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ നിർണായകമായ രീതിയിൽ തന്നെ ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ദിവസം. മേയറുമായി തർക്കമുണ്ടായ ദിവസം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്രാ മധ്യേ 1 മണിക്കൂറിലധികം സമയം ഡ്രൈവർ യദു ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് ഈ ഹോൾട്ടിംഗ് ടൈം 10 മിനിറ്റിലധികം ഹോൾട്ടിംഗ് ടൈം ഉണ്ടാകുമേ ഈ വഴിക്കിടയിൽ എവിടെ ഏതെങ്കിലും ഒരു ഡിപ്പോയിൽ അതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ പോലും ഡ്രൈവിംഗ് സമയത്ത് യദു മൊബൈൽ ഫോണിൽ സംസാരിച്ചു, മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളത് ഗതാഗത നിയമലംഘനമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചായിരിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് KSRTC CMDക്ക് റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും യദുവിനെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. കാരണം ഗതാഗത നിയമലംഘനമാണ്. അത് പോലീസാണ് അക്കാര്യത്തിൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച അല്ലെങ്കിൽ ഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതേസമയം ഇന്ന് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ മെമ്മറി കാർഡ് സംബന്ധിച്ചാണ്. ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് ഇതുതന്നെയാണെന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ട്. കാരണം ഈ സംഭവം നടന്ന ദിവസം രാത്രി ജാമ്യം ലഭിച്ചതിന് തൊട്ടടുത്ത ദിവസം അന്ന് യദു KSRTC സെൻട്രൽ ഡിപ്പോയിലേക്ക് എത്തിയെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യദുവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചടക്കം കൂടുതൽ പരിശോധന മെമ്മറി കാർഡ് കണ്ടെത്തുന്ന കാര്യത്തിൽ ഉണ്ടാകും. ഇന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് മെമ്മറി കാർഡ് അങ്ങനെ സാധാരണഗതിയിൽ ഊരിയെടുക്കേണ്ട സാഹചര്യമില്ല. മറ്റ് 3 ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട്. ഇതിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നും ഇന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇന്ന് പുറത്തു വന്ന മറ്റൊരു വിവരം മേയർക്കും അതേപോലെ തന്നെ MLA സച്ചിൻ ദേവിനുമെതിരെ എടുത്ത കേസായിരുന്നു. കന്റോൺമെന്റ് പോലീസാണ് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തത്. FIR-ൽ ദുർബല വകുപ്പുകളാണ് എന്നുള്ളതാണ് ആക്ഷേപം. പ്രത്യേകിച്ച് സംഘം ചേർന്ന KSRTC ബസ് തടയൽ, പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ, മാത്രവുമല്ല KSRTC ബസ് തടഞ്ഞ് സീബ്ര ലൈനിൽ വാഹനമിടൽ, അങ്ങനെ വളരെ ജാമ്യം ലഭിക്കാവുന്ന ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്ന ആക്ഷേപവും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമാണ്. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരൂരിൽ വീട്ടമ്മ മരിച്ചത് മരുന്ന് മാറി നൽകിയതിനെ തുടർന്നെന്ന ആരോപണവുമായി ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ചതാണ് മരണകാരണമെന്നാണ് ആരോപണം. തിരൂർ ആലത്തിയൂർ സ്വദേശി പെരുള്ളിപ്പറമ്പൽ ആയുഷുമ്മയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. ഒരു ഗുളിക ഒരു മിർട്ടേജ് 7.5 ടാബ് കണ്ടൊരു ഗുളികയാണ് സാറ് എഴുതിയത്. സാറ് അത് കറക്റ്റ് ഇതിലാണ് എഴുതിയത്. അത് അവർ കൊടുത്തത് നെക്സ്റ്റ് 7.5 ഒരു ഗുളികേൻ്റെ പ്രശ്നമുള്ളൂ. അത് ആഴ്ചയിൽ അതുള്ള രോഗികൾക്ക് വരെ ഈ ക്യാൻസർ വലിയ വലിയ അസുഖങ്ങളുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഗുളികയാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കേണ്ട ഗുളിക. അത് ഓൾറെഡി സാറ് 7 ദിവസത്തിന് എഴുതി മിർട്ടേജ്. അത് ഒരു ദിവസത്തിന് അത് 7 ദിവസത്തിന് തന്നെ തന്നത്. അത് മെക്സ്റ്റേൻ തന്നത്. അത് കുടിച്ചതിന് ശേഷമാണ് ആഴ്ചയിൽ കൊടുക്കുന്നത്. അത് 5 ഗുളിക അമ്മ കുടിച്ചു. അതിൻ്റെ 2 എന്താ ബാക്കിയോടെ നമ്മുടെ കയ്യിലുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ മരുന്ന് മാറി നൽകിയ വിവരം എപ്പോഴാണ് ബന്ധുക്കൾ അറിഞ്ഞത്? മരുന്ന് എത്ര ദിവസം ഈ മരിച്ചയാൾ കഴിച്ചിരുന്നു? പ്രവിധ 5 ദിവസത്തോളമാണ് മാറി നൽകിയ മരുന്ന് ഈ രോഗി കഴിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആലത്തൂർ സ്വദേശിയായിട്ടുള്ള ഈ ആയുഷുമ്മ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് കുടുംബം ആരോപണവുമായി രംഗത്ത് വരുന്നത്. കുടുംബം പറയുന്നത് ഈ കാലിലെ നീർക്കെട്ടിന് ചികിത്സ തേടിക്കൊണ്ട് 18-ാം തീയതിയാണ് തിരൂരിലുള്ള സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്നത്. തുടർന്ന് ഡോക്ടർ മരുന്ന് എഴുതി നൽകുകയും ആ മരുന്ന് 5 ദിവസത്തോളം കുടിക്കുകയും ചെയ്തു. 5 ദിവസം കഴിഞ്ഞ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്ത് ഇത് പരിശോധിച്ചപ്പോഴാണ് ഡോക്ടർ കുറിപ്പടിയിൽ എഴുതി നൽകിയ മരുന്നല്ല ഈ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് നൽകിയത് എന്നുള്ള കാര്യം കുടുംബത്തിന് ബോധ്യമാകുന്നത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പിന്നാലെ കുടുംബം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രോഗിയുടെ അവസ്ഥ കൂടുതൽ ബുദ്ധിമുട്ടായ ഘട്ടത്തിൽ തിരൂരുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലും ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് രോഗി പിന്നീട് മരിച്ചത്. ഈ മരണത്തിന് പിന്നാലെയാണ് കുടുംബം ഇപ്പോൾ ഈ മരുന്ന് മാറി കഴിച്ചതാണ് മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുടുംബം ആരോഗ്യമന്ത്രിക്കും DMOക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് നീക്കം. നിലവിൽ കുടുംബത്തിന്റെ പരാതിയിൽ തിരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സ്വകാര്യ ആശുപത്രിയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അങ്ങനെ മരുന്ന് മാറി നൽകിയിട്ടില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പരാതിയിൽ ആശുപത്രി അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതുമാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രവിധ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. സന്ദേശ് ഖാലി വിഷയത്തിൽ BJPയെ കുരുക്കിലാക്കി പ്രാദേശിക BJP നേതാവിന്റെ വെളിപ്പെടുത്തൽ. സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമമോ ബലാത്സംഗമോ നടന്നിട്ടില്ലെന്നും മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം സ്ത്രീകൾ കള്ളപ്പരാതി നൽകി എന്നുമാണ് ഗംഗാധർ കോയിലിന്റെ വെളിപ്പെടുത്തൽ. യൂട്യൂബ് ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് വെളിപ്പെടുത്തലുണ്ടായത്. എന്നാൽ ഇത് വ്യാജമായി നിർമ്മിച്ച വീഡിയോ ആണെന്ന് കാണിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനും CBIക്കും പരാതി നൽകി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ സന്ദേശ് ഖാലി വിഷയവുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഏത് തരത്തിലാണ് ഇതിനെ ബംഗാളിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കുന്നത്? ഒപ്പം എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്? പ്രവിത, ബംഗാളിൽ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം BJP ഉയർത്തുന്ന സന്ദേശ് കാലിയാണ്. കഴിഞ്ഞ ഷാജഹാൻ ഷെയ്ഖിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ ബംഗാളിൽ സന്ദേശ് കാലി വലിയ ചർച്ചയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇപ്പോൾ BJP തന്നെ കുരുക്കിലാക്കിയുള്ള വെളിപ്പെടുത്തലാണ് പ്രാദേശിക BJP നേതാവായ ഗംഗാധർ ഖോയലിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. സന്ദേശ് കാലിയിൽ അത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ സുവേന്ദു അധികാരിയാണ് ഈ പരാതികൾക്ക് പിന്നിലെന്ന ഒരു വെളിപ്പെടുത്തലാണ് BJP പ്രാദേശിക നേതാവിന്റെ ഭാഗത്തും ഉണ്ടായത്. ഓരോ പരാതി നൽകിയ ഓരോ സ്ത്രീകൾക്കും 2000 രൂപ വീതം നൽകിയെന്നും ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട്. വലിയ ചർച്ചയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ BJPക്കെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. BJPയുടെ തിരക്കഥ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJP നടത്തിയ നാടകമാണ് സന്ദേശ് കാലി എന്നതും വ്യക്തമായെന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ യൂട്യൂബ് ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ അത് വ്യാജമാണെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ BJP ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതിരോധം ഉയർത്തുന്നത്. എന്തായാലും ഈ യൂട്യൂബ് ചാനലിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP രംഗത്തുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് ഇപ്പോൾ സന്ദേശ് കാലി വിഷയം സംസ്ഥാനത്ത് ശക്തമായ പ്രചരണമായി മുന്നോട്ട് പോകുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു. യുവതി പീഡനത്തിനിരയായി എന്ന സംശയത്തെ തുടർന്നാണ് കുഞ്ഞിന്റെ DNA സാമ്പിൾ ശേഖരിച്ചത്. ഭാവിയിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇത് അന്വേഷണത്തെ സഹായിക്കുമെന്ന് പോലീസ് അറിയിച്ചു. S. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഈ DNA പരിശോധന എപ്പോഴാണ് നടത്തിയത്? ഒപ്പം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ DNA സാമ്പിളുകൾ ശേഖരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇന്നലെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നതിന് ശേഷമാണ് പോലീസ് ഡോക്ടർക്ക് റിക്വസ്റ്റ് നൽകുകയും തുടർന്ന് DNA സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് DNA സാമ്പിൾ ശേഖരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ ആരോപണവിധേയനായ യുവാവ് തന്നെയാണോ ഈ കുട്ടിയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളിൽ ദൂരീകരണം നടത്തുന്നതിനും DNA പരിശോധന ഫലം ആവശ്യമാണ്. ഈ രണ്ട് സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് പോലീസ് കൊല്ലപ്പെട്ട കുട്ടിയുടെ DNA പരിശോധന ഫലം ശേഖരിച്ചിരിക്കുന്നത്. ശരി, S. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കാക്കനാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ തരിശ് ഭൂമിയിൽ തീപിടുത്തം. കനത്ത ചൂടിനെ തുടർന്ന് തീപിടിച്ചുവെന്നാണ് നിഗമനം. ഗ്രീഷ്മ രാജ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഗ്രീഷ്മ, തീ അണയ്ക്കാനായിട്ടുണ്ട്? പ്രവിധ, തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് പരിസരത്തുള്ള കാക്കനാട് പോലീസ് സ്റ്റേഷന് പരിസരത്തുള്ള ഒരു തരിശുഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായത്. കാട് മൂടിക്കിടക്കുന്ന പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ചൂടിനെ തുടർന്നാകാം തീ പിടിച്ചതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് അറിയില്ല. തീപിടുത്തം കണ്ടതിനെ തുടർന്ന് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സമീപത്ത് മറ്റ് വീടുകളോ വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രവിധ. ശരി, കാക്കനാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ തരിശു ഭൂമിയിൽ തീപിടുത്തമുണ്ടായി. കനത്ത ചൂടിനെ തുടർന്ന് തീപിടിച്ചുവെന്നതാണ് നിഗമനം. കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മാതമംഗലം സ്വദേശി അനിലയാണ് മരിച്ചത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. യുവതിയെ കാണാനില്ല എന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, വിവരങ്ങൾ? പ്രവിധ, ഇന്ന് രാവിലെയാണ് മാതമംഗലം സ്വദേശികളായ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാവിനെയും പയ്യന്നൂർ അന്നൂരിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് അധികം അകലെയില്ലാതെ മറ്റൊരു സ്ഥലത്താണ് സുദർശൻ പ്രസാദ് എന്ന യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച അനില അവർ ജോലിക്ക് പോയതായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലെ പക്ഷേ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയില്ല. പിന്നാലെ ഭർത്താവും സഹോദരനും പോലീസിൽ പരാതി നൽകി. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെയോടുകൂടി അന്നൂരിലെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. സുദർശന പ്രസാദ് അനിലയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തതാകാം എന്നതാണ് നിഗമനം. യുവതിയുടെ ശരീരത്തിൽ പരിക്കുകളുണ്ട്. ഈ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് യുവതിയെ എത്തിച്ച് അവിടെയുള്ള വീട്ടുകാർ കുറച്ച് നാളുകളായി വിനോദയാത്രയ്ക്കായി പോയതാണ്. ആ വീടിന്റെ പരിപാലന ചുമതല ഈ സുദർശന പ്രസാദിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. താക്കോലടക്കം കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അകത്ത് പ്രവേശിച്ചത്. അവിടെ വെച്ച് യുവതിയുടെ മൃതദേഹം ഡൈനിങ് ഹാളിൽ നിലത്ത് കിടക്കുന്ന നിലയിലാണ്. പരിക്കുകളേറ്റ പാടുകൾ ഉൾപ്പെടെയുണ്ട്.
ഇരുവരുടെയും ഈ സൗഹൃദം സംബന്ധിച്ചൊക്കെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ ബന്ധത്തിലെ വിള്ളലടക്കം ഇത്തരം ഒരു കാര്യത്തിന് പ്രകോപനമായി എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ നിഗമനം. പോലീസ് പക്ഷേ പറയുന്നത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ലഭ്യമാകണം. ഇപ്പോഴത്തെ ഒരു നിഗമനം അങ്ങനെയാണ്. ഇരുവരുടെയും തമ്മിൽ സൗഹൃദത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. സഹോദരന്റെ ആരോപണവും ഇത് കൊലപാതകമാണ്, ഇയാൾ ആസൂത്രിതമായി ചെയ്തതാണ്, മറ്റു ചില ആളുകളുടെ കൂടി സഹായം ലഭ്യമായിട്ടുണ്ട്. ഈ യുവതിയുടെ ഫോൺ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല, ലൊക്കേഷൻ മറ്റൊരു സ്ഥലത്താണ്, അതിലെ നമ്പർ സിം അടക്കം ഊരി മാറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിലെല്ലാം വിശദമായ അന്വേഷണത്തിലേക്കും പരിശോധനയിലേക്കും കടക്കും. പ്രാഥമിക നിഗമനം യുവാവ് യുവതിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്തു. അത് ഇവരുടെ സൗഹൃദത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ്. നേരത്തെയും ചില തർക്കങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. അന്ന് പോലീസിന്റെ മധ്യസ്ഥതയിലും മറ്റും തർക്കങ്ങൾ പരിഹരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം. പ്രവിത. ശരി സജു. നവകേരള ഗരുഡ പ്രീമിയം ബസിന്റെ ഡോർ തകരാറിലായതിൽ വിശദീകരണവുമായി ഗതാഗത വകുപ്പ്. ഡോറിന് മെക്കാനിക്കൽ തകരാർ ഇല്ലെന്നും എമർജൻസി സ്വിച്ച് ആരോ അബദ്ധത്തിൽ അമർത്തിയതാണ് കാരണമെന്നും ഗതാഗത വകുപ്പ് വ്യക്തമാക്കി. ഡ്രൈവർമാരുടെ പരിചയക്കുറവ് കാരണമാണ് പുനഃസ്ഥാപിക്കാൻ വൈകിയതെന്നും വിശദീകരണം. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, വിവരങ്ങൾ. നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്ന് കേട്ടൊരു വാർത്തയാണ് ഈ നവകേരള ബസ്, അതായത് ഗരുഡ പ്രീമിയം എന്ന KSRTCയുടെ ബസിന്റെ വാതിൽ അത് തകരാറിലായി എന്നുള്ളത്. അതിന് പിന്നാലെ ഈ വാർത്തകളൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഗതാഗത വകുപ്പിൽ നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നത്. അവർ പറയുന്നത് യാതൊരുവിധ മെക്കാനിക്കൽ തകരാറും ഇതിൽ സംഭവിച്ചിട്ടില്ല, അത് ആരോ അബദ്ധത്തിൽ ഇതിന്റെ എമർജൻസി സ്വിച്ച് അമർത്തിയതാണ്. അതിന് പിന്നാലെ ഈ ഡോറ് മാനുവൽ മോഡിലേക്ക് വന്നു, അതുകൊണ്ടാണ് ഈ ഡോർ അടയ്ക്കാൻ സാധിക്കാത്തത്. ഈ ബസ്സിലെ ഡ്രൈവർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിചയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഡോർ തിരിച്ച് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റാൻ സാധിക്കാത്തത്. പിന്നാലെ അതിനുശേഷം ഏതാണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഡോറ് തിരിച്ച് റീസെറ്റ് ചെയ്യുകയും പിന്നാലെ ഈ സർവീസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓട്ടോമാറ്റിക് സ്വിച്ച് ഉപയോഗിച്ച് തന്നെയാണ്. ശരി അഖിൽ ഷാ. CPIM ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രനുമായി BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുമാണ് ഇക്കാനഗറിലെ വീട്ടിലെത്തിയത്. രാഷ്ട്രീയമില്ലെന്ന് S രാജേന്ദ്രൻ പ്രതികരിച്ചു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, രാഷ്ട്രീയമില്ലെന്ന് S രാജേന്ദ്രൻ പറയുമ്പോഴും അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു കൂടിക്കാഴ്ചയാണോ ഇത്? പ്രവിധ, രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോഴും ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം എന്തായാലും BJPയിലേക്ക് ഇല്ലെന്നും BJP നേതാക്കളുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയും ഇനി ഉടനെ ഉണ്ടാകില്ല എന്നും S രാജേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നതായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും എന്തായാലും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഈ ചർച്ച അല്ലെങ്കിൽ രാജേന്ദ്രന്റെ വീട്ടിൽ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിലൊരു ഔദ്യോഗിക വിശദീകരണമായിട്ട് രാജേന്ദ്രൻ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ, ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല, സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നുള്ളതാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗികാതിക്രമ കേസിലെ കർണാടകയിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന് സൂചന. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് JDS നേതൃത്വം പോലീസിനെ അറിയിച്ചു. കേസിൽ ഇന്നലെ അറസ്റ്റിലായ പിതാവ് HD രവിണ്ണയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇനി പ്രജ്വൽ രേവണ്ണ എപ്പോൾ കീഴടങ്ങുമെന്നുള്ളതാണ് ചോദ്യം. എപ്പോൾ കീഴടങ്ങുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രവിത, പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന് JDS നേതൃത്വം തന്നെയാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. കടുത്ത സമ്മർദ്ദം JDS നേതൃത്വത്തിനുമേൽ അന്വേഷണ സംഘം നൽകിയിരുന്നു. കാരണം ഇത് രേവണ്ണയ്ക്ക് പുറമെ പ്രജ്വൽ രേവണ്ണയെ തന്നെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണ സംഘത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. ഇതേ തുടർന്നാണ് JDS നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യം സംസാരിക്കുകയും അതിൽ JDS നേതൃത്വം ഉടൻ തന്നെ പ്രജ്വൽ രേവണ്ണ കീഴടങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ എപ്പോൾ കീഴടങ്ങും, എപ്പോൾ ബംഗളൂരുവിൽ എത്തുന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. അന്വേഷണ സംഘവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ബംഗളൂരുവിൽ എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന സൂചന മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും വലിയ രാഷ്ട്രീയവാദമായിട്ടുള്ള സംഭവമാണ്. അതിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. 7-ാം തീയതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എല്ലാ പ്രചരണ വേദികളിലും അതായത് ഈ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട കേസ്, അതോടൊപ്പം തന്നെ ഈ ദേവഗൌഡ കുടുംബം ഉൾപ്പെട്ട ലൈംഗിക അതിക്രമണ കേസ് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് BJPക്കും അതോടൊപ്പം തന്നെ JDS
നേതൃത്വത്തിന് ഉൾപ്പെടെയുള്ളത്. HD രേവണ്ണയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. വൈകിട്ട് 5 മണിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം നടത്തി വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ എപ്പോൾ കീഴടങ്ങുമെന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. ലഭിക്കുന്ന പല സൂചനകളുണ്ട്. മംഗളൂരു വിമാനത്താവളത്തിലായിരിക്കും എത്തുക എന്ന് രാവിലെ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ഗോവയിലായിരിക്കും എത്തുക, അതിനുശേഷം ബംഗളൂരിലേക്ക് വരും എന്ന തരത്തിലുള്ള വിവരങ്ങൾ, സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അന്വേഷണ സംഘവും അതിൽ എന്തെങ്കിലും ഒരു കൃത്യമായ വിവരം അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ പക്കലും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടൻ കീഴടങ്ങുമെന്ന് തന്നെയാണ് JDS നേതൃത്വം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി. ലൈംഗിക അതിക്രമ കേസിൽ കർണാടകയിൽ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്നുള്ള സൂചനയാണ് JDS നേതൃത്വം നൽകുന്നത്. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു.